ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VLOOKUP ഫോർമുല. മൈക്രോസോഫ്റ്റ് എക്സൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് VLOOKUP ഫോർമുല. നമുക്ക് പല സിനാറിയോകളിൽ VLOOKUP ഫോർമുല വളരെ എമർജൻസി ആയിട്ട് വേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമുക്ക് ഒരു ഡാറ്റ മറ്റേ ഡാറ്റ കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഒരു ഫയൽ ഇൻസെർട്ട് ചെയ്യാനൊക്കെ ആവശ്യം വരാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കസ്റ്റമർ ഡാറ്റയാണ്, ഒറിജിനൽ ഡാറ്റയും കാണാം. സെക്കൻഡ് ഷീറ്റിൽ സെയിൽസ്മാൻ ഡാറ്റ റിക്വയർഡ് ഫയൽ കാണാം. ഈ ഒറിജിനൽ ഡാറ്റയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കസ്റ്റമർ നെയിമും സി കോളത്തിൽ നമ്മൾ സെയിൽസ്മാനാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കിവിടെ സെയിൽസ്മാൻ ഡാറ്റ റിക്വയർഡ് ഫയലിൽ ഇതിൻ്റെ കൺസേൺ ആയിട്ടുള്ള കസ്റ്റമർ നെയിമിൻ്റെ സെയിൽസ്മാൻ ആവശ്യമുണ്ട്. ഇതേ ഡാറ്റ എനിക്ക് ഈ ഒറിജിനൽ ഷീറ്റിലുണ്ട്. ഇവിടുന്ന് എനിക്ക് എങ്ങനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഇതിലൊരു 500 ലൈനായിട്ടുണ്ട്. ഈ 500 ലൈനായിട്ട് ഇതിൽ എനിക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ വളരെ ഹാർഡായിട്ടുള്ള ടാസ്ക്കാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് VLOOKUP ഫോർമുലയുടെ പവർ. VLOOKUP ഫോർമുല നമുക്ക് ഫോർമുലാസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കിപ്പോൾ നമ്മൾ ഫോർമുലാസ് ക്ലിക്ക് ചെയ്യാം. ഫോർമുലാസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാം റിബണിൽ. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് VLOOKUP പറഞ്ഞത് കാണാം. VLOOKUP ഫോർമുല വെർട്ടിക്കൽ ലുക്കപ്പ് ആണ്. നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് ഇതിൻ്റെ ലുക്കപ്പ് വാല്യൂ വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഈക്വൽ ടു ഫോർമുല വർക്ക് ചെയ്യേണ്ടത് സെയിൽസ്മാൻ ഡാറ്റ റിക്വയർഡ് ഫയലാണ്. അവിടെ ലുക്കപ്പ് വാല്യൂ ആയിട്ട് കാണിക്കേണ്ടത് നമ്മുടെ ഡാറ്റാസാണ്. ദാറ്റ് മീൻസ് കസ്റ്റമർ നെയിമാണ്. നമുക്ക് വേണ്ടത് ഒറിജിനൽ ഫയലിനാണ്. അപ്പോൾ ഒറിജിനൽ ഫയലിൽ ഡാറ്റ എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ടത് കസ്റ്റമർ നെയിമും സെയിൽസ്മാൻ്റെ ഡാറ്റ കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാം. റേഞ്ച് ആക്കിയിട്ട് കോളം ഇൻഡെക്സിൽ വേണ്ട സെക്കൻഡ് കോളമാണ്. ദാറ്റ് മീൻസ് നമുക്ക് സെക്കൻഡ് കോളത്തിലാണ് അതിൻ്റെ സെയിൽസ്മാൻ്റെ ഡാറ്റാസ് ഉള്ളത്. കോളം ഇൻഡെക്സ് 2 ഇട്ടിട്ട് റേഞ്ച് ലുക്കപ്പിൽ 0 ഇടാം. കാരണം നമുക്ക് വേണ്ടത് എക്സാക്ട് മാച്ചാണ്. എക്സാക്ട് മാച്ച് വരുമ്പോൾ അതിൻ്റെ ഈക്വൽ ടു 0 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫോൾസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യും. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷാൻകോ എന്ന കസ്റ്റമറുടെ സെയിൽസ്മാൻ ശിവകുമാറാണ്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റാസ് എല്ലാം കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ചില ഡാറ്റാസിൽ നിങ്ങൾക്ക് NA കാണാം. NA മീൻസ് നോട്ട് അവൈലബിൾ. ദാറ്റ് മീൻസ് ആ മോട്ടോ 2 വീലർ സ്പെയർസ് ഒറിജിനൽ ഡാറ്റയിൽ കാണാനില്ല. ദാറ്റ് മീൻസ് അങ്ങനെ ആ ഡാറ്റയിൽ ഓട്ടോമൊബൈൽസ് ഇല്ല. നമുക്കിങ്ങനെ കണ്ടെത്താൻ സാധിക്കും. ദാറ്റ് മീൻസ് എക്സാക്ട് ഫിഗർ അതിലുള്ളത് മാത്രമേ ഇതിൽ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഇത് നമുക്ക് പലപ്പോഴും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ നമുക്കിങ്ങനെ ഓപ്ഷൻ കണ്ടെത്താം. ചിലപ്പോൾ ഇതിന് വാല്യൂ കാണാതെ ഇപ്പോൾ എനിക്ക് കസ്റ്റമറെ കമ്പയർ ചെയ്യാൻ വിചാരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ VLOOKUP ഫോർമുല ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇത് വളരെ പവർഫുള്ളായിട്ട് ഫോർമുലയാണ്. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതേപോലെ തന്നെ ഈ ഫോർമുലാസിൽ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ സി കോളത്തിൽ ഫോർമുലകളൊന്നും കാണാൻ പറ്റും. ടാസ്ക് ബാറിൽ VLOOKUP ഫോർമുല ഇത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഡാറ്റ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡാറ്റനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് സ്പെഷ്യലിലൂടെ പോയിട്ട് അതിൻ്റെ വാല്യൂസ് മാത്രം എടുക്കുക. ദാറ്റ് മീൻസ് TSV ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേസ്റ്റ് സ്പെഷ്യൽ വോളിയം ഇത് വരും. അതിൽ വാല്യൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാല്യൂസ് എല്ലാം പോകും. ദാറ്റ് മീൻസ് അതിൻ്റെ ഫോർമുല എല്ലാം പോകും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഡാറ്റയിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും ഈ ഡാറ്റ പോകില്ല. നമ്മൾ കണ്ടെടുത്ത ഡാറ്റാസ് ഒരിക്കലും പോകില്ല. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി എക്സസ് സ്കിൽ കോർണറിൽ ബന്ധപ്പെടുക. ഓക്കെ.